ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡാൻസിൻ്റെ റീൽ എടുക്കാൻ പോകുന്നത് ചെറുതായിട്ടൊരു വ്ളോഗായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് പണ്ട് ഇവിടെ വന്നായിരുന്നു എടുക്കുന്നത്. പണ്ട് മീൻസ് കൊറോണ ടൈമും അത് കഴിഞ്ഞിട്ടുള്ള ഒരു 2022 ആ ടൈം വരെയൊക്കെ ഇവിടെ ആയിരുന്നു റീൽ എടുക്കാറുള്ളത്. അത് ഞാൻ പിന്നെ പറയാം. ഇന്ന് ആക്ച്വലി ഇവിടെ വന്ന് എടുക്കാനല്ലായിരുന്നു വിചാരിച്ചത്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ദേവീക്ഷേത്രം ഉണ്ടല്ലോ, തെറ്റിക്കുന്നിൽ ദേവീക്ഷേത്രം, ഞാൻ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അവിടെ പോയി എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അവിടെ വായനയും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ ഇപ്പോൾ പറഞ്ഞു എന്നാൽ നമുക്ക് പാട്ടൂർ അമ്പലത്തിനടുത്ത് പോയി എടുക്കാമെന്ന്. അപ്പോൾ ഇവിടെയാണ് പാട്ടൂര ക്ഷേത്രം. അപ്പോൾ ഞാൻ ഇവിടെ ആയിരുന്നു. ഞാൻ നേരത്തെ റീൽസും ഒക്കെ തുടങ്ങിയതെല്ലാം ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ്. യൂട്യൂബിൽ ഓൾഡസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ കുറച്ചൊക്കെ അത് കാണാൻ പറ്റും. പിന്നെ ഇൻസ്റ്റയിലും പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കുറേ വീഡിയോ ഞാൻ എടുത്തത് കാണാൻ പറ്റും. ഒത്തിരി വ്യൂസ് കിട്ടിയ വീഡിയോ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അന്ന് എന്നിട്ട് ആരോ കമൻറ്റ് വരെ ഇട്ടിരുന്നു ഞാൻ എപ്പോഴും അമ്പലത്തിലാണോ എന്ന്. കാരണം എൻ്റെ വീഡിയോ മൊത്തം എന്നും ഓരോരോ വെറൈറ്റി ഡ്രസ്സിലും എല്ലാം പല പല ഒക്കേഷനിലായിട്ട് ഈ അമ്പലം ചുറ്റത് തന്നെയായിരിക്കും. സോ അങ്ങനെ ഇന്ന് ഇവിടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് എടുക്കാനുള്ളത്. പിന്നെ കുറച്ചൊക്കെ അവിടെ വന്നിട്ട് ഇരുന്ന് പഠിച്ചു. അപ്പോൾ എൻ്റെ മെയിൻ സ്പോട്ട് ഈ ആൽമരത്തിൻ്റെ ഫ്രണ്ടിലായിരുന്നു. ആ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഇത് ട്രെയിൻ പോയി. നമ്മുടെ ഗുരുവായൂർ ആ ട്രെയിൻ തിരിച്ചു പോകുന്ന ആ ട്രെയിനാന്ന് തോന്നുന്നു ഉച്ചക്കലത്തെ. ഇവിടെ തൊട്ടടുത്താണ് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ട്രെയിൻ പോകുന്ന വീഡിയോ കണ്ടപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ട് ഗ്രൗണ്ടിൽ ഒത്തിരി സ്ഥലമുണ്ട്. പിന്നെ ഗ്രൗണ്ടിൻ്റെ അവിടെ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര സെറ്റല്ല. അപ്പോൾ അതാണ് ഈ മരത്തിൻ്റെ ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ള നല്ല വൈബാണ്. ഇവിടെ ആൽമരത്ത് ചോട്ടിയിരിക്കുന്നതേ ഒരു പ്രത്യേക ഫീൽ ആണല്ലോ. പിന്നെ ഡാൻസ് ഞാൻ പഠിക്കുവാണ്. നിങ്ങൾ കണ്ടുപഠിക്കുന്ന ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്, ഞാൻ ഡാൻസ് തന്നെയാണ് പഠിക്കുന്നത്. ഒട്ടുമിക്ക ഡാൻസേഴ്സൊക്കെ ഇങ്ങനെയാണ്. കാരണം ഇങ്ങനെ കണ്ടുപഠിക്കുന്ന നമുക്ക് സ്റ്റെപ്പ് ഇങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതെന്തോ മിക്കവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കുറേ നാൾ കൊണ്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് പിന്നെ അമ്മയുടെ വീഡിയോഗ്രാഫിയാണ്. പിന്നെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇവിടെ കുറച്ച് നാളായാലും എടുത്തിട്ട്, അതുകൊണ്ട് 1-2 റീല് ആദ്യം എടുത്തതൊക്കെ എനിക്കിങ്ങനെ സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ വന്നു. ഇത് പിന്നെ ഞാൻ ഇപ്പം നിർത്തുന്നത് എന്താണെന്ന് വെച്ചിട്ട് പട്ടി ഓടി വന്നു. 1-2 ഡാൻസിന് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എല്ലാം പെട്ടെന്ന് എടുത്തു. ഒറ്റ ട്രയലിൽ തന്നെ എടുത്തു. 1-2 ഡാൻസ് ഇതേപോലെ 2-3 വട്ടം എടുക്കേണ്ടി വന്നു. ഈ ഒരു റീലിൻ്റെ ഈ സ്റ്റെപ്പും ഈ ഒരു സ്റ്റെപ്പും കഴിഞ്ഞപ്പോഴാണ് ഞാൻ പട്ടീനെ കണ്ട് അങ്ങനെ ഞാൻ ഓടി. ഞാൻ ഡാൻസ് കളിച്ചു. ഇതാരാ വെള്ളം കുടിക്കുന്നേ? അമ്മ. ആരാ ഡാൻസ് കളിച്ചേ? ഞാൻ. പിന്നെ ഇവിടെ ഇത്രയൊക്കെ ഒത്തിരി മഴ പെയ്തയാണല്ലോ. അപ്പോൾ പിന്നെ തോട്ടിൽ വെള്ളം ഇല്ലാണ്ടിരിക്കത്തില്ലല്ലോ. ഞാനാണെങ്കിൽ ഈ തോടിൻ്റെ ഈ ഒരു പാലം പോലെ അവിടെ ഇരുന്നിട്ട് എവിടാന്ന് വെച്ചാൽ അമ്മേനെ ഞാൻ എവിടെയാണ് വീഡിയോ എടുക്കുക. അമ്മേനെ ഇത് അവിടെ വീഡിയോ എടുക്കാൻ നിർത്തിയിട്ട് ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ വീഡിയോയുടെ ഏരിയ ആയിരുന്നു. നിങ്ങൾ ആരെങ്കിലും സമയമുള്ളപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഓൾഡസ്റ്റ് വീഡിയോ, പക്ഷേ ഞാൻ ഒത്തിരി ആ വീഡിയോസൊക്കെ യൂട്യൂബ് ഇട്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ആ ടൈമിൽ യൂട്യൂബിൽ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. പിന്നെ ഈ പൂവൊക്കെ ആണെങ്കിൽ അന്നേ ഉള്ളതാണ്. അന്നേ ഉള്ളത് മീൻസ് ഇതിപ്പം കളിച്ച പൂവായിരിക്കും. ഇതേപോലത്തെ പൂക്കൾ അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അമ്മ പറയും ഓണം ആകുമ്പോഴത്തേക്ക് ഈ പൂക്കളൊന്നും കണ്ടാവത്തില്ല, ഒന്നല്ലെങ്കിൽ എല്ലാവരും എടുത്തോണ്ട് പോകുമല്ലോ. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല. ഇതാണ് റെയിൽവേ ട്രാക്ക്. പിന്നെ ഈ ഏരിയയൊക്കെ ഉണ്ടല്ലോ, എൻ്റെയും കണ്ണൻ്റെയും അനിയൻ്റെയും ഗ്രീഷ്മ ചേച്ചി ഒരു ചേച്ചി ഉണ്ടായിരുന്നു, വർഷ ചേച്ചി. ഞങ്ങളുടെയൊക്കെ സൈക്കിൾ യജ്ഞം ഇവിടെയായിരുന്നു. ഞാൻ പ്രോ റൈഡറായിരുന്നു സൈക്കിളിൻ്റെ. ഇതിൽ കൂടെ കുറച്ച് റൗണ്ട് അടിച്ച് അമ്പലത്തിൻ്റെ അപ്പുറത്തൂടെ വരും, അപ്പുറത്തൂടെ വന്ന് റൗണ്ട് അടിച്ച് ഇങ്ങോട്ട് പോകും. കാരണം ഞങ്ങൾ പണ്ട് താമസിച്ച് ഇതിന് അടുത്തുള്ളൊരു വീട്ടിലായിരുന്നു. ആ വീട് ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ നല്ല കാടായിട്ടുണ്ട് കണ്ടോ. ആ ഇടയ്ക്ക് കാണിച്ച സ്റ്റെപ്പാണ് ട്രാക്കിലോട്ട് നമുക്കിങ്ങനെ കയറാനുള്ള സ്റ്റെപ്പ് പോലത്തെ ഉള്ളതാണ്. ഇതാണ് അമ്പലത്തിൻ്റെ പേര്, പാട്ടൂര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. പിന്നെ ഇതാണ് ഗ്രീഷ്മ ചേച്ചിയുടെയും വർഷ ചേച്ചിയുടെയും പേര്. ഞങ്ങളുടെ പഴയ ഫ്രണ്ട്സാണ്. പഴയ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടി മൂത്തയാണ് കേട്ടോ. എൻ്റെ കൂടെ സീനിയർ ആയിട്ട് സ്കൂളിൽ പഠിച്ചതാണ്. പിന്നെ അവരിപ്പോൾ ആ വീട്ടിൽ
ഈ ഒരു ടൈമിൽ ഇല്ലെന്ന് തോന്നുന്നു. എറണാകുളത്തും അങ്ങനെയൊക്കെ ആയിട്ടാണ്. വർഷ ചേച്ചി ഡോക്ടറാണ്, ഗ്രീഷ്മ ചേച്ചി സിവിൽ എഞ്ചിനീയർ ആണ് എന്നെ പോലെ. പിന്നെ ഇതിന് തൊട്ടടുത്തായിട്ടാണ് എൻ്റെ വീട്. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അതിന് തൊട്ട് ഓപ്പോസിറ്റ് ഇതാ ഈ ഒരു വീടാണ്. ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഇവിടെ ഒരു മരമുണ്ട്. ഈ മരത്തിൽ ഞാൻ പണ്ട് ഞാനും അനിയനും കൂടെ മരം കയറുമായിരുന്നു. മാവായിരുന്നു. ഈ വീട്ടിൽ ഞാനാണെങ്കിൽ 4ാം ക്ലാസ് തൊട്ട് +1 പകുതി ആവുന്നവരെ ഈ വീട്ടിലാണ് താമസിച്ചത്. ഇതാണ് ഈ വീടാണ്. ഈ വീട് പണ്ട് ഒരു പിങ്ക് കളറായിരുന്നു. അത് മാത്രമല്ല സെക്കൻഡ് ഫ്ലോർ ഇല്ലായിരുന്നു, ടെറസ് ആയിരുന്നു. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് വീട്. നല്ല രസമുണ്ട് കാണാൻ. വൈറ്റ് കളർ പെയിന്റും ആ മേലോട്ട് ഫ്ലോർ പണിതതും ബാൽക്കണിയും എല്ലാം നല്ല രസമായിട്ടുണ്ട്. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പണ്ട് നല്ലതായിരുന്നു, പക്ഷേ ഇങ്ങനെ അല്ലായിരുന്നു. ഒരു പിങ്ക് കളറും ഞാൻ പറഞ്ഞ പോലെ നേരത്തെ 18 ടെറസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ പണ്ട് പ്ലേ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ NSS കരയോഗത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ആണെങ്കിൽ അവിടുത്തെ പിള്ളേർക്ക്, കുഞ്ഞു പിള്ളേരല്ലേ, അവർക്കാണെങ്കിൽ മിഠായിയൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു. നല്ല രസമൊക്കെ ആയിരുന്നു. പിന്നെ ഈ നേരെ ഫ്രണ്ടിലോട്ട് കാണുന്ന ആ റോഡ് പോകുന്നതിന് വണ്ടി പോകുന്ന റോഡ് ഉണ്ട്. അതാണെങ്കിൽ നമ്മുടെ NH റോഡ് തന്നെയാണ്. നമ്മുടെ ചെങ്കോട്ടെ തിരുമംഗലം റോഡ്, കൊല്ലം റൂട്ട് ഉണ്ടല്ലോ, ആ റോഡ് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ബസ് കയറി എടുക്കൊണ്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി. കാരണം ഡാൻസ് എടുക്കാൻ ഒത്തിരി ടൈം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ബസ്സിൽ വരാം, അപ്പോൾ എഴുകോം വന്ന് നിന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അതാണ്ട് ബസ്സിൽ കയറിയപ്പോൾ നല്ല കാറ്റ്. പിന്നെ ഞാൻ മുടി അയച്ചിട്ടോണ്ട് പറയണ്ടല്ലോ, നല്ല കാറ്റ്, മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരുമായിരുന്നു. വൈകിട്ട് വീട്ടിൽ വന്നിട്ടും കുറച്ച് ഡാൻസ് റീലൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഉച്ചയ്ക്ക് വെയിലും ഉണ്ട്. എനിക്ക് ക്ഷീണമായിപ്പോയി. പിന്നെ പ്രത്യേകിച്ച് അമ്മയ്ക്ക് വയ്യ. ഒരു അത്ര നേരം നിന്നെടുത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു അമ്മ ബുദ്ധിമുട്ടിക്കണ്ട, നമുക്ക് പിന്നെ അതിൽ എടുക്കാല്ലേ. കുറച്ച് പാട്ട്, ട്രെൻഡിങ് കുറച്ച് പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് വീടിനകത്ത് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ അതൊക്കെ ഇനി വരുന്ന ദിവസങ്ങൾ എടുക്കണം. അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഡാൻസിന്റെ വീഡിയോ എടുക്കാം, ഫ്രീ ടൈം കിട്ടിയപ്പോൾ പോയി എടുത്തതാണ്. അപ്പൊ അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വെച്ചൊരു വ്ലോഗ് എടുത്തതാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.